ഹായ് എല്ലാവർക്കും PAEDIA സ്വാഗതം. 81 CRPCയുടെ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ഡാഷ് മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വെക്കരുത്. ഉത്തരം ഓപ്ഷൻ ഡി 24 മണിക്കൂർ. ഓക്കെ, CRPCയുടെ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വെക്കരുത്. 82 ഒരു കുറ്റകൃത്യം ചെയ്യപ്പെടുമ്പോൾ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ആർക്കെതിരെ ചെയ്തുവോ അയാൾ അല്ലെങ്കിൽ ഏത് വസ്തുവിനെ സംബന്ധിച്ചാണോ ചെയ്തിരിക്കുന്നത് അത് ഒരു യാത്രയിലാണെങ്കിൽ ഒരു കോടതിക്ക് ആ കുറ്റകൃത്യത്തിലെ ഏതിലൂടെയോ ആരുടെ ഡാഷിലൂടെയോ യാത്രയിൽ വ്യക്തിയോ വസ്തുവോ കടന്നുപോയവരുടെ വിചാരണ ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്യാം. ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രാദേശിക അധികാരപരിധി. ഓക്കെ, പ്രാദേശിക അധികാരപരിധി. 83 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം മരിച്ചുപോയ കണ്ടെത്താനാകാത്ത ഒരു വ്യക്തിയുടെ പ്രസക്തമായ വസ്തുതയുടെ പ്രസ്താവന അംഗീകരിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏതാണ് പ്രസക്തമായത്? 1 കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഉൽപ്പത്രത്തിലോ കൈമാറ്റ രേഖയിലോ ഉള്ളത്, നിരവധി വ്യക്തികളുടെ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രസ്താവനയിലുള്ളത്, പൊതു അവകാശത്തെക്കുറിച്ചോ ആചാരത്തെക്കുറിച്ചോ പൊതു താല്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒരു അഭിപ്രായം നൽകുന്നു. 3 ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 3. ഓക്കെ. 84 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം വിദഗ്ധൻ്റെ അഭിപ്രായം കോടതിക്ക് ഡാഷുമായി ബന്ധപ്പെട്ട അഭിപ്രായം രൂപീകരിക്കേണ്ടി വരുമ്പോൾ പാലിക്കപ്പെടുന്നു. വിദേശ നിയമം, സയൻസ്, ഫിംഗർ ഇംപ്രഷൻ എല്ലാം ശരിയാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയല്ല. 84 ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 85 പോലീസിൻ്റെ സംരക്ഷണത്തിലോ കസ്റ്റഡിയിലോ ഉള്ള ആരോട് മോശമായി പെരുമാറുകയോ അസഭ്യം പറയുകയോ ചെയ്യരുതെന്ന് കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പ് നിഷ്കർഷിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വകുപ്പ് 29. ഓക്കെ, വകുപ്പ് 29. 86 കുട്ടിയല്ലാത്തവർ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടുനിൽക്കുന്ന തടവിന് ശിക്ഷിക്കപ്പെടും? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1 വർഷം അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1 വർഷം അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. 87 IT ആക്ടിലെ സെക്ഷൻ 66C എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ഓക്കെ, ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. 87 ഉത്തരം ഓപ്ഷൻ സി ആണ്, ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. 88 താഴെ പറയുന്നവയിൽ ഏതാണ് IT ആക്ടിൻ്റെ സെക്ഷൻ 72 കീഴിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സോഷ്യൽ മീഡിയയിൽ ഒരാളെക്കുറിച്ച് അപകീർത്തികരമായിട്ടുള്ള പ്രസ്താവനകൾ പോസ്റ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 88 ഉത്തരം ഓപ്ഷൻ സി, സോഷ്യൽ മീഡിയയിൽ ഒരാളെക്കുറിച്ച് അപകീർത്തികരമായിട്ടുള്ള പ്രസ്താവനകൾ പോസ്റ്റ് ചെയ്യുന്ന ഒരാൾ. 89 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2F പ്രകാരം വിവരങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫിസിക്കൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ, ഡോക്യുമെൻറ്റുകൾ എന്നിവയും അതിലേറെയും. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫിസിക്കൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ, ഡോക്യുമെൻറ്റുകൾ എന്നിവയും അതിലേറെയും. 89 ഉത്തരം ഓപ്ഷൻ സി. 90 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11ൻ്റെ ഉദ്ദേശ്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മൂന്നാം കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമം ഇത് കൈകാര്യം ചെയ്യുന്നു. 90 ഉത്തരം ഓപ്ഷൻ ഡി, മൂന്നാം കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമം ഇത് കൈകാര്യം ചെയ്യുന്നു. 91 ഇസഡ് കടന്നുപോകാൻ അവകാശമുള്ളൊരു പാതയെ എ തടസ്സപ്പെടുത്തുന്നു, എന്നാൽ പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് എ നല്ല രീതിയിൽ വിശ്വസിക്കുന്നില്ല. ഇസഡ് അതുവഴി കടന്നു പോകുന്നത് തടയപ്പെടുന്നു. IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം ഒരു തെറ്റായി എ ഇസഡിനെ ബി പരിമിതപ്പെടുത്തുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പരിമിതപ്പെടുത്തുന്നു. 91 ഉത്തരം ഓപ്ഷൻ ബി, പരിമിതപ്പെടുത്തുന്നു. 92 എ മനഃപൂർവ്വം തെരുവിൽ ഇസഡിനെ തള്ളുന്നു. ഇവിടെ എ തൻ്റെ സ്വന്തം ശാരീരിക ശക്തിയാൽ സ്വന്തം വ്യക്തിയെ ഇസഡുമായി സമ്പർക്കം പുലർത്തുന്നതിനായി നീക്കി. അതിനാൽ അവൻ മനഃപൂർവ്വം ഇസഡിലേക്ക് ബലം പ്രയോഗിച്ചു. ഇസഡിൻ്റെ സമ്മതമില്ലാതെ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി അയാൾ ഇസഡിനെ മുറിവേൽപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാം എന്ന ഉദ്ദേശത്തോടെയോ അറിഞ്ഞോ ആണെങ്കിൽ IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം അവൻ ഡാഷ് ഇസഡിന് നേരെ ഉപയോഗിച്ചു. ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്രിമിനൽ ശക്തി. 92 ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്രിമിനൽ ശക്തി. 93 ബി കൊല്ലപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ബിയെ എ ബലമായി കൊണ്ടുപോകുന്നു. എ IPC പ്രകാരമുള്ള ഏത് കുറ്റമാണ് ചെയ്തിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ കൊലപാതകത്തിനായി തട്ടിക്കൊണ്ടുപോകൽ. 93 ഉത്തരം ഓപ്ഷൻ ബി ആണ്, തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ കൊലപാതകത്തിനായി തട്ടിക്കൊണ്ടുപോകൽ. 94 ഏതെങ്കിലും പുരുഷൻ ഒരു സ്ത്രീയെ പിന്തുടരുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുക. അത്തരം സ്ത്രീകളുടെ താല്പര്യമില്ലായ്മയുടെ വ്യക്തമായ സൂചന ഉണ്ടായിരുന്നിട്ടും ആവർത്തിച്ച് വ്യക്തിപരമായ ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് അത്തരം സ്ത്രീകളെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇൻ്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്നു. IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം ആ പുരുഷൻ ഡാഷ് കുറ്റകൃത്യം ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്, പിന്തുടരൽ. 94 ഉത്തരം ഓപ്ഷൻ എ ആണ്, പിന്തുടരൽ. 95 CRPC പ്രകാരം ഡാഷ് എന്നാൽ മരണം, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വാറണ്ട് കേസാണ്. 95 ഉത്തരം ഓപ്ഷൻ ബി, വാറണ്ട് കേസ്. 96 രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പൊതുവായതോ സ്വകാര്യമായതോ ആയ ഏതെങ്കിലും തെരുവോ വഴിയോ അടയ്ക്കാൻ പോലീസിനെ പ്രാപ്തമാക്കുന്ന കേരള പോലീസ് നിയമത്തിലെ ഏത് വ്യവസ്ഥയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വകുപ്പ് 69. 96 ഉത്തരം ഓപ്ഷൻ ഡി, വകുപ്പ് 69. 97 കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 37 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന, ആചാരം, മാന്യത, സ്വകാര്യത, മാന്യത എന്നിവ കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ആസന്നമായ അപകടം ഒഴിവാക്കുന്നതിനു വേണ്ടി ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഏത് സ്വകാര്യ സ്ഥലത്തേക്കും പ്രവേശനം ഉണ്ടായിരിക്കും. 2 അധികാരം വിനിയോഗിക്കുന്നതിന് മുമ്പ് കെട്ടിടത്തിൻ്റെയും പരിസരത്തിൻ്റെ ചുമതലയുള്ള വ്യക്തിയുടെ സഹകരണവും സമ്മതവും തേടുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 2 ശരിയാണ്. 97 ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 2 ശരിയാണ്. 98 NDPS നിയമത്തിലെ സെക്ഷൻ 27 പ്രകാരം കൊക്കൈൻ കഴിച്ചാലുള്ള ശിക്ഷ എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1 വർഷം വരെ കഠിന തടവ് അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴ അല്ലെങ്കിൽ രണ്ടും. ഓക്കെ,
98 ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 വർഷം വരെ കഠിന തടവ് അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴ അല്ലെങ്കിൽ രണ്ടും. 99 NDPS ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ചെയ്ത കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. NDPS ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ചെയ്ത കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. 100 പോക്സോ നിയമത്തിലെ സെക്ഷൻ 3 എന്താണ് കൈകാര്യം ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിൻ്റെ നിർവചനം. 100ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിൻ്റെ നിർവചനം.